ഈ ഉൽപ്പത്തി പുസ്തകത്തില് വംശപരമ്പരയുണ്ട് 5ാം അധ്യായത്തില്, ആ ആ ഉൽപ്പത്തി 5 ആ 5ാം അധ്യായത്തില് കണ്ടിട്ടുണ്ട്. ഉൽപ്പത്തി 5 ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്നു. ശേത്തിന്റെ ആയുഷ്കാലം 912 സംവത്സരമായിരുന്നു. ഏനോശ് കേനാനെ ജനിപ്പിച്ചു. കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോശ് 815 സംവത്സരം ജീവിച്ചിരുന്നു. ഏനോശിന്റെ ആയുഷ്കാലം ആകെ 905 സംവത്സരമായിരുന്നു. കേനാൻ 70 വയസ്സായപ്പോൾ മഹലേലിനെ ജനിപ്പിച്ചു. അത് അങ്ങനെ ഒരു ഇതുണ്ട്. യാരദ്, ഹാനോക്ക്, മെതുശലേഹ്, ലാമേക്കിന് 182 വയസ്സായപ്പോൾ മകനെ ജനിപ്പിച്ചു. നോഹ എന്ന് പേരിട്ടു. ഈ മെതുശലക്കാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വ്യക്തി. മെതുശലേഹ് ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്നത്. അപ്പൊ ആ ലിസ്റ്റിനകത്ത് ആദാം മുതൽ നോഹ വരെയുള്ള ഒരു ലിസ്റ്റാണ്. മനസ്സിലായി? അപ്പൊ ആദാമെ, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, ജാരേദ്, ഏനോക്ക്, മെതുശലേഹ്, ലാമേക്ക്, നോവ. അതിലെ എബ്രായ ഭാഷ ഓരോ ഇവൻ മരിക്കുമ്പോൾ പ്രളയം വരും എന്ന പ്രവചനമായിട്ട് മെതൂസലേഹ് എന്ന് പേരിട്ടതേ. ഓ അത് ശരി. മെത്തു എന്ന് പറഞ്ഞാൽ മരണമാണ്. ഷലാക്ക് എന്ന് പറഞ്ഞാൽ പുറപ്പെടും എന്നാണ്. ഇവൻ മരിക്കുമ്പോൾ അത് പുറപ്പെടും. പ്രോഫസി ആയിരുന്നു. മെതൂശലേഹ് മരിച്ച വർഷമാണ് ഈ പ്രളയം തുടങ്ങുന്നേ. അപ്പൊ എബ്രായ പേരുകൾക്ക് ഇങ്ങനെ ഓരോ അർത്ഥം വെച്ചാ അവര് പേരിടുന്ന. അർത്ഥമില്ലാതെ ടുട്ടു, ടിറ്റു, ടിൻറ്റു അങ്ങനത്തെ പേരല്ലല്ലോ, ഓരോന്നിന് പേരുണ്ട്. അപ്പൊ ആ വംശപരമ്പര ആദാമിന്റെ പേരിന്റെ അർത്ഥം മേൻ എന്ന ആദാമിന്റെ അർത്ഥം. ഡിയറോ? മേൻ, മനുഷ്യൻ. മനുഷ്യൻ. ആദാന്ന് പറഞ്ഞാൽ മനുഷ്യൻ. പിന്നെ ശേത്ത് എന്ന് പറഞ്ഞാൽ, ഈ ശേത്തിന് ഔവ പേരിടുമ്പം ഈ കായൻ ആബേലിനെ കൊന്നു കഴിഞ്ഞ് കായൻ പുറപ്പെട്ടു പോയി, പിന്നെ ഉണ്ടാകുന്നതാണ് ശേത്ത്. അപ്പം ആബേലിന് പകരം വന്നാണ്. അപ്പം God has appointed another seed instead of in the place of Abel എന്നാണ് ഔവ പറയുന്നത്. അങ്ങനെയാണ് ശേത്തിന്റെ അർത്ഥം അപ്പോയിന്റഡ് എന്നാണ്. എനോഷിന്റെ അർത്ഥം, അടുത്തത് എനോഷാണ്. എനോഷിന്റെ അർത്ഥം മർത്യൻ എന്നാണ്, മരണമുള്ളവൻ, മോർട്ടൽ. പിന്നെ കെനാനാണ് വരുന്നത്. കെനാന്റെ അർത്ഥം ദുഃഖം എന്നാണ്. മഹലേലാണ് അടുത്ത് വരുന്നത്. മഹലേലിന്റെ അർത്ഥം ബ്ലസഡ് എന്നാണ്, അനുഗ്രഹിക്കപ്പെട്ടവൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, മഹാലേൽ. പിന്നെ ജാരേദ്, ഏനോക്ക്, മെതൂശലേഹ്. ഇങ്ങനെ ഇവരുടെ ഓരോരുത്തരുടെ അർത്ഥം നമ്മൾ നിരത്തി വായിച്ചാൽ ആദാം മേന്, ശേത്ത് അപ്പോയിന്റഡ്, എനോഷ് മോർട്ടൽ, കേനാൻ സോറോ, അങ്ങനെ അത് വായിക്കുമ്പം ഈ ആദാം മുതൽ നോഹ വരെ വായിച്ചാൽ മേൻ അപ്പോയിന്റഡ്, മോർട്ടൽ, സോറോ, ബ്ലസഡ് ഗോഡ് ഷാൽ കം ഡൗൺ, ടീച്ചിങ് ഹിസ് ഡെത്ത് ഷാൽ ബ്രിങ് ദ ഡിസ്പെയറിംഗ് റെസ്റ്റ് എന്ന് വായിക്കാം. എന്ന് പറഞ്ഞാൽ ആ വംശപരമ്പരയിൽ സുവിശേഷത്തിന്റെ ഒരു സമ്മറി പോലെ വായിക്കാം. മനസ്സിലായോ? അവസാനം എത്തിച്ചേരുന്നത് സുവിശേഷത്തിലാണ്. അല്ല, അങ്ങനെ ഇല്ല. അത് അങ്ങനെ ആ പേരുകളിലൂടെ പോകുമ്പോൾ സുവിശേഷത്തിന്റെ ഒരു ഇതുപോലെ നമുക്ക് തോന്നും. ആ സുവിശേഷമൊന്നും അല്ല അവിടെ ഞാൻ പറഞ്ഞത്. ഈ ബൈബിൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും വായിച്ചിങ്ങനെ ഓരോ അർത്ഥം കണ്ടുപിടിക്കുന്ന ഒരു രീതി പെന്തക്കോസിൽ വെച്ചുണ്ടായിരുന്നേ. അന്ന് ഇതിന്റെയൊക്കെ പറയാൻ നടക്കുമായിരുന്നു. അപ്പൊ അന്ന് ഈ ഉൽപ്പത്തിയൊക്കെ ഒത്തിരി വായിക്കുക, ഇങ്ങനത്തെ സൂത്രങ്ങൾ, ബൈബിൾ കോട്ട്സ് കണ്ടെത്തുക. അപ്പൊ ഞാൻ ചുമ്മാ ഓർമ്മയെന്ന് പറഞ്ഞ പണ്ട് ഇങ്ങനെ ഒരു, അതൊക്കെ ഒത്തിരി വർഷം മുമ്പാ, 98, 99 കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇന്ന് എബ്രായ ഭാഷയെ പറ്റി പറഞ്ഞപ്പം എന്റെ ഓർമ്മയിലോട്ട് ഇതൊക്കെ വന്നതാ. എബ്രായ ഭാഷ ഇന്ന് എത്രയോ അജ്ഞരാണ് ഇന്നത്തെ പാസ്റ്റർമാര്. ഞാനൊക്കെ പെന്തക്കോസിലായിരുന്നപ്പോ പോലും വളരെ കൂലങ്കുഷമായിട്ട് ഈ ഭാഷയെ പറ്റിയും അതിന്റെ വികാസത്തെ പറ്റിയും അതിന്റെ പരിണാമത്തെ പറ്റിയും ഒക്കെ വളരെ നന്നായി പഠിച്ചിട്ടുണ്ട്. 1850 BC കാലഘട്ടത്തില് ഈജിപ്തില് യോസഫാണ് ആദ്യം ഹീബ്രു ഭാഷ ഉണ്ടാക്കുന്നത്. അപ്പൊ ഹീബ്രു ഭാഷയ്ക്ക് മുമ്പേ ഉള്ള ഭാഷയാണ് അരമായ ഭാഷ, കൽദായ ഭാഷ. അബ്രഹാം സംസാരിച്ചത് അരമായ ഭാഷയിലാണ്. ആദാം സംസാരിച്ചു അരമായ ഭാഷയിലാണ്. ലോകത്തിലെ ഏറ്റവും പൂർവിക ഭാഷയാണ് സുറിയാനി എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നീട് യോസഫ് ഉണ്ടാക്കുന്നത് ഹൈറോഗ്ലഫിക് ഹീബ്രു ആണ്. ഹൈറോഗ്ലഫിക് എന്ന് പറഞ്ഞാൽ ഈ ചിത്രലിപിയാണ്. ഹൈറോഗ്ലഫി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ചിത്രങ്ങൾ വരച്ചു വെക്കുക. അപ്പൊ ഈജിപ്തിലെ ഭാഷ ഹൈറോഗ്ലഫി ആയിരുന്നു. അപ്പൊ യോസഫ് ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഹൈറോഗ്ലഫി പഠിച്ചു. ഹൈറോഗ്ലഫി പഠിച്ചിട്ട് തന്റെ ജനത്തിനു വേണ്ടി ഒരു ഹൈറോഗ്ലഫിക്ക് ലാംഗ്വേജ് ഉണ്ടാക്കി. അപ്പൊ അതിനകത്ത് 22 പടങ്ങൾ, 22 ചിത്രങ്ങൾ
ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ എബ്രായ ഭാഷയില് 22 ചിത്രങ്ങൾ 22 ലെറ്റേഴ്സ് ആണ്. ലെറ്റർ അല്ല, അവിടെയാണ് ഈ വിഷയം. അവിടെയാണ് വിഷയം. അതായത് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് രീതിയിലാണ്. ഇപ്പം ഈജിപ്ഷ്യൻ ഹൈറോഗ്ലാഫി എന്ന് പറയുന്നതിനകത്ത് 763 ഹൈറോഗ്ലാഫ്സ് ഉണ്ടായിരുന്നു. 763 ഹൈറോഗ്ലാഫ്സ് വെച്ച് അവർ എഴുതിക്കൊണ്ടിരുന്നിടത്ത് വെറും 22 ഹൈറോഗ്ലാഫ് കൊണ്ട് എഴുതുന്ന ഭാഷയാണ് ജോസഫ് രൂപപ്പെടുത്തുന്നത്. അപ്പൊ അത് എത്ര വലിയ ചലഞ്ചാണെന്ന് ഓർക്കണം. ഈ 22 എണ്ണം കൊണ്ട് ഇത്ര ആശയങ്ങളെ വിന്യസിപ്പിക്കാൻ പറഞ്ഞ വലിയ ഒരു ടാസ്ക് ആണ്. സമാനമായിട്ട് ചൈനീസ് ഹൈറോഗ്ലഫിയില് 50,000 ഹൈറോഗ്ലഫിയുള്ള 50,000. ചൈനീസ് ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിപുലമായിട്ടാണ് ചൈനയിൽ ഇത് കിടക്കുന്നത്. പക്ഷെ ഒരു ശരാശരി ചൈനക്കാരൻ, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചൈനക്കാരന് 8,000 ക്യാരക്ടറൊക്കെ അറിയത്തുള്ളൂ. 8,000 ക്യാരക്ടർ കൊണ്ട് അവന്റെ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയില് എത്ര വാക്കുകളുണ്ട്? ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എത്ര വാക്കുകൾ അറിയാം ഇംഗ്ലീഷ് ഭാഷയിലെ? എല്ലാ വാക്കുകളും അറിയാമോ? ഇല്ല ഇല്ല. അപ്പൊ ചൈനയിൽ ഇങ്ങനെ 50,000 ഹൈറോഗ്ലഫിക് ഉണ്ട്, പിക്ചർ ഉണ്ട്. അയ്യോ, അത് മുഴുവൻ പഠിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഈ ഈജിപ്ഷ്യൻ ഹൈറോഗ്ലാഫും ചൈനീസ് ഹൈറോഗ്ലാഫുമായിട്ട് ഹീബ്രു ഹൈറോഗ്ലാഫിന്റെ വ്യത്യാസം. ഹീബ്രു ഹൈറോഗ്ലാഫ് എന്ന് പറഞ്ഞാൽ ആകെ 22 ഉള്ളതുകൊണ്ട് 22 അറിഞ്ഞാലേ അത് എഴുതാനും വായിക്കാനും കൈകാര്യം ചെയ്യാനും പറ്റുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ ഓരോ പദങ്ങൾക്കും ഓരോ പിക്ചറുകളാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ പിക്ചറുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു പദത്തിന്റെ ആശയത്തിലേക്ക് കൊണ്ടുപോവുക. അത് പിന്നെ യോസഫാണ് അതുണ്ടാക്കിയത്. എഴുതുന്ന പ്രിൻസിപ്പിളാണ് സെയിം. പറഞ്ഞ വ്യത്യാസം മനസ്സിലായി എന്നാന്ന്? ഈ അവിടെ ഓരോ ടൈലും ഓരോ വാക്കാ. ഇവിടെ ഈ ടൈലുകൾ ചേർത്ത് വെച്ച് വാക്കുണ്ടാക്കുക. അപ്പൊ ഇവിടെ പിക്ചറായിട്ട് വരുമ്പം ആലെഫ്, ഗോമൽ, അങ്ങനെ ആണ് ഈ ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ ആലെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാളയുടെ തലയാണ് വരയ്ക്കുന്നത്. ആലെഫ് ഒന്നാമത്തെ അക്ഷരമാണ്. രണ്ടാമത്തെ അക്ഷരം ബെയ്ത്താണ്. ബെയ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു വീടാണ് വരയ്ക്കുന്നത്. ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷ വീടെന്ന് അർത്ഥം. ഈ ബെയ്ത്ത് ലഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തിന്റെ ഭവനം. ലഹം എന്ന് പറഞ്ഞാൽ അപ്പം എന്നാ. പിന്നെ ഉള്ളത് മൂന്നാമത്തത് ഗോഹറ. ഞാൻ ഒത്തിരി പറഞ്ഞായിരുന്നു വെച്ചേ. മൂന്നാമത്തെ പറഞ്ഞിട്ട് പിന്നെ പോയി. ഞാൻ കേട്ടുള്ളൂ. ബേദ്രഹം കഴിഞ്ഞ് മൂന്നാമത്തെ പറഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പൊ അതെ അതെ. അത് നമ്മൾ അങ്ങനെ താഴോട്ട് വരുമ്പോ ഞാൻ പറഞ്ഞു ഓരോ പിക്ചറിയൽ റെപ്രസെന്റേഷൻ ആണിത്. ഏറ്റവും അവസാനം നമ്മളിങ്ങനെ വന്ന് കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ ഈ ഹീബ്രു പിക്ചോഗ്രാഫിലെ ലാസ്റ്റ് അക്ഷരം ഒരു കുരിശ് പോലെയാ വരയ്ക്കുന്നത്. ഒത്തിരി പടങ്ങളുണ്ട്. നിങ്ങളത് പിന്നെ ഹീബ്രു ഹൈറോഗ്ലാഫിക് ആൽഫബറ്റ് എന്ന് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആ 22 പടവും കിട്ടും. ചുമ്മാ ഗൂഗിളിൽ അടിച്ചിട്ട് ഇമേജ് അടിച്ചാൽ മതി. നല്ല വൃത്തിക്കുള്ള ഇമേജ് കിടപ്പുണ്ട്. അത് പറഞ്ഞത് നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ ഈ അക്ഷരങ്ങൾ വെച്ചിട്ട് ഈ രീതിയിലുള്ള ഭാഷയായിരുന്നു ആദ്യത്തെ ഭാഷ. പിന്നെ രണ്ടാമത് ഈ BC 1050 ആയപ്പോ ശാമുവേല് ഇതിനെ മാറ്റി പാലിയോ, അത് 1050 BC വരുന്ന പാലിയോ ഹീബ്രുവിലുള്ള എഴുത്തുകൾ. പിന്നീട് 458 BC ആകുമ്പോഴേക്കും എസ്രാ ശാസ്ത്രിയുടെ കാലത്ത് അരമായിക്ക് ഹീബ്രു എന്ന് പറഞ്ഞാൽ അരമായിക്ക് അക്ഷരം വെച്ചുള്ള ഹീബ്രുവിലേക്ക്, പിന്നീട് അതിലാണ് തിരുവെഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഹീബ്രു വരുന്നത് AD 600 കാലഘട്ടങ്ങളിൽ മസറോട്ടിക് ടെക്സ്റ്റ് എന്ന് പറയുന്ന മസറോട്ടിക് ഹീബ്രു വരുന്നത്. മസറോട്ടിക് ഹീബ്രു നഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ മോഡേൺ ഹീബ്രു ഇന്ന് വരുന്നത്. ഇപ്പൊ ബിബ്ലിക്കൽ ഹീബ്രു എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്ന ഹീബ്രു മസറോട്ടിക് ഹീബ്രു ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഒറിജിനലി ഹൈറോഗ്ലഫിക് ഹീബ്രുവിൽ നിന്ന് പാലിയോ ഹീബ്രു വന്നു, പിന്നെ അരമായിക് ഹീബ്രു വന്നു, പിന്നെ മസറോട്ടിക് ഹീബ്രു വരുന്നത്. ഇതാണ് ട്രാൻസിഷൻ. അപ്പൊ അവിടെ വരുമ്പം യേശുക്രിസ്തു പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ നിന്ന് വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ നീങ്ങിപ്പോകുന്നത് വരെ. അങ്ങനെ ഒരു പ്രയോഗം മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. അപ്പൊ അത് ജോട്ട് ആൻഡ് ടിറ്റിൽ എന്നാണ്. ജോട്ട് ആൻഡ് ടിറ്റിൽ, വള്ളിയും പുള്ളി. ഈ വള്ളിയും പുള്ളിയും അരമായ ഭാഷയിലാണുള്ളത്. ഹീബ്രുവിൽ വള്ളിയും പുള്ളി ഇല്ല. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ അരമായിക്ക് ടെക്സ്റ്റിനെ കുറിച്ച്, സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. കാരണം അരമായിക്ക് സ്ക്രിപ്റ്റിലെ ഈ വള്ളിയും പുള്ളിയും ഉള്ളൂ.
ഹീബ്രു സ്ക്രിപ്റ്റിൽ വള്ളിയും പുള്ളിയും വരുന്നത് AD 600-ലാണ്. മസറോട്ടിക് വരുമ്പോഴാണ് വള്ളിയും പുള്ളിയും വരുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള ഹീബ്രു ഇല്ല. അപ്പൊ യേശു ക്രിസ്തു ഹീബ്രു വായിച്ചുകൊണ്ടിരുന്നെന്ന് ഇവര് പറഞ്ഞാല് അതങ്ങനെ ഒക്കുന്നേ. ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു മനസ്സിലായി ലൈൻ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അതാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് പ്രതികരിക്കാം കേട്ടോ. ഞാനിങ്ങനെ പ്രഭാഷണം നടത്തുന്നത് ശരിയല്ലല്ലോ. എനിക്കത് ക്ലിയർ ആയി. പാസ്റ്റർ ഉദ്ദേശിച്ചത് എന്താ? റോബിൻ ചേട്ടാ ചോദ്യങ്ങളുണ്ടോ? അല്ല ഞാൻ നോക്കി കേട്ടോ, ഇപ്പഴാ ലെറ്റേഴ്സ് മനസ്സിലായി, അത് പറഞ്ഞൊരു പോയിന്റ് ആണ്. Shiksha, why is that there is no jot and tittle in the previous? അതിന്റെ ആവശ്യമില്ല. അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഹീബ്രുവിൽ ഇല്ലായിരുന്നു. ജോട്ട് ആൻഡ് ടിറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ പോലത്തെയാണ്. ജോട്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയ വരയാണ്, ഒരു ചെറിയ കുനിപ്പാണ്. ടിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വരയാണ്. വര എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തള്ളിച്ച. അതിനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ O എഴുതിയിട്ട് ആ ഓയുടെ കീഴെ കുഞ്ഞൊരു വരയിട്ട Q ആയി. അപ്പൊ Oയും Qയും തമ്മിൽ വ്യത്യാസം എങ്ങനെയാ? ലാംഗ്വേജ് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഇത് കണ്ട. നമുക്കിപ്പോ ഇംഗ്ലീഷ് അറിയാവുന്നുണ്ട് ഈ Oയും Qയും കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാകുന്നത്. പക്ഷെ നിങ്ങളിപ്പോ എബ്രായ ഭാഷയോ അങ്ങനെ നിങ്ങൾക്ക് അജ്ഞാതമായ ഒരു ഫോറിൻ വിദേശ ഭാഷ കാണുമ്പം അതിനകത്ത് ഈ കുഞ്ഞു വര നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ചെറിയ കുനിപ്പ്, ചെറിയ കുത്ത്, അത് ലാംഗ്വേജ് അറിയാവുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ അതുപോലൊരു കുഞ്ഞു സാധനമാണ് ഈ ജോട്ട് ആൻഡ് ടിറ്റിൽ എന്ന് പറഞ്ഞത്. അത് അരമായ ലാംഗ്വേജിലാണുള്ളത്. അരമായിക്ക് സ്ക്രിപ്റ്റിലുള്ള സാധനമാണ് ജോട്ട് ആൻഡ് ടിറ്റിൽ. അപ്പൊ അരമായിക്ക് സ്ക്രിപ്റ്റിനെ കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്.